ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ പ്രതിദിന രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗത്തെക്കുറിച്ചുള്ള അറിവ് പ്രപഞ്ചത്തിന്റെ ഊർജവുമായി ഒത്തുചേരാൻ നമ്മെ സഹായിക്കുന്നു. ഇന്നത്തെ രാശിഫലം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ പഞ്ചാംഗം പരിശോധിക്കാം. എന്നാൽ അതിനുമുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശനിദേവ് എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ശനിയാഴ്ച 2026 ഓഗസ്റ്റ് 29. ഇന്ന് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയാണ്. പുതിയ തുടക്കങ്ങൾക്കും തീരുമാനങ്ങൾക്കും പ്രതിപദ തിഥി വളരെ ഉത്തമമാണ്. ശതഭീഷ നക്ഷത്രമാണ് ഇന്ന്. ഇത് അറിവിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമാണ്. രാവിലെ 6:37 വരെ സുകർമ്മ യോഗമുണ്ട്. ഇത് കാര്യങ്ങളിൽ വിജയം നൽകുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 6:08 സൂര്യാസ്തമയം വൈകുന്നേരം 6:48 രാവിലെ 9:18 മുതൽ 10:53 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:03 മുതൽ 12:53 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേടം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29, 2026 ശനിയാഴ്ച നിങ്ങൾക്ക് ഒരു വെല്ലുവിളി നിറഞ്ഞ ദിവസമാണ്. ചന്ദ്രൻ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ സ്വഭാവത്തിൽ അല്പം അക്ഷമയും ദേഷ്യവും അനുഭവപ്പെടാം. പലപ്പോഴും നിങ്ങൾ ഒന്നുകിൽ വളരെ നിഷ്ക്രിയരാകുകയോ അല്ലെങ്കിൽ അമിതമായി ദേഷ്യപ്പെടുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾ കാര്യങ്ങളെ നേരിടാൻ ഉറച്ച നിലപാട് എടുക്കാൻ പഠിക്കേണ്ടതുണ്ട്. നയതന്ത്രവും വിവേകവും ഉപയോഗിച്ചാൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അല്ലാത്തപക്ഷം മനസ്സ് അലഞ്ഞുതിരിയാൻ സാധ്യതയുണ്ട്. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ ഇന്ന് അല്പം ശ്രദ്ധിക്കണം. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക. വീട്ടമ്മമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കായിരിക്കും. എങ്കിലും സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ചർച്ചകൾക്ക് അനുകൂലമായ ദിവസമാണ്. തർക്കങ്ങൾക്ക് പകരം ശാന്തമായി കാര്യങ്ങൾ സംസാരിച്ചു തീർക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക. ഇന്ന് ഓറഞ്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ സമയം ശുഭകരമാണ്. ഇന്ന് പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുക. ഇത് മനസ്സിന് വലിയ ശാന്തി നൽകും. സുഹൃത്തുക്കളെ, ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സംഭാവന നൽകാൻ സാധിക്കില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ പ്രധാനം? കമൻറ്റിൽ രേഖപ്പെടുത്തുക. പ്രിയ ഇടവം രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 29 ശനിയാഴ്ച ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 10ാം ഭാവത്തിൽ കുംഭം രാശിയിൽ ശതയ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ക്ഷമയാണ് ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ജോലിസ്ഥലത്ത് ഇന്ന് സമ്മർദ്ദം അനുഭവപ്പെടാം. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ഇടവം രാശിക്കാർ പൊതുവെ ശാന്തരാണ്. ആ സ്വഭാവം ഇന്ന് നിങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. വിദ്യാർത്ഥികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണ്. ശ്രദ്ധ ചിതറാതെ നോക്കുക. യുവാക്കൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വൈകാരികമായ സന്തുലിതാവസ്ഥ ആവശ്യമാണ്. പങ്കാളിയുമായി തർക്കിക്കുന്നതിന് പകരം ശാന്തമായി സംസാരിക്കുക. വീട്ടമ്മമാർക്ക് കുടുംബ ഉത്തരവാദിത്തങ്ങളും സ്വന്തം താൽപ്പര്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കാൻ പറ്റിയ ദിവസമാണിത്.
ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത ആവശ്യമാണ്. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സന്ധിവേദനയോ ദഹനപ്രശ്നങ്ങളോ അവഗണിക്കരുത്. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് വെള്ളമോ ധാന്യമോ നൽകുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. ഇന്ന് വെള്ള നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 6 മുതൽ 8 വരെയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഏത് ഗ്രഹമാണെന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. സംഭാവന നൽകാൻ സാധിക്കില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29 നിങ്ങൾക്ക് ആത്മപരിശോധനയുടെ ദിവസമാണ്. കുംഭം രാശിയിലെ ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളെ അല്പം ഗൗരവമുള്ളവരും ചിന്താശീലരുമാക്കും. തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കാൻ നിങ്ങൾക്ക് തോന്നും. ഈ ആഴ്ചാവസാനം ഒരു യാത്ര പോകുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. പഴയ ഓർമ്മകൾ പുതുക്കാനും മനസ്സിന് ശാന്തി ലഭിക്കാനും ഈ യാത്ര സഹായിക്കും. ഇന്ന് ഒരു നല്ല പുസ്തകം വായിക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രചോദനം നൽകുകയും ആന്തരികമായ സമാധാനം നൽകുകയും ചെയ്യും. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ദിവസമാണ്. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ധ്യാനം ശീലിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വികാരങ്ങളെ നിയന്ത്രിക്കേണ്ട ദിവസമാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയ ദിവസമാണ്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമാണ്. ചൊവ്വയുടെ സ്വാധീനം മൂലം ബിസിനസ്സിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. നിയമപരമായ കാര്യങ്ങളിൽ ഇന്ന് ഇടപെടുന്നത് ഒഴിവാക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പുസ്തകങ്ങൾ വായിച്ച് സമയം ചെലവഴിക്കുന്നത് മനസ്സിന് നല്ലതാണ്. ഇന്ന് ഒരു പുണ്യകർമ്മമായി അർഹരായവർക്ക് സഹായം നൽകുക. ഇന്ന് നിങ്ങൾക്ക് മജന്ത നിറം ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2 മണി 15 മിനിറ്റ് മുതൽ 3 മണി വരെ സമയം ശുഭകരമാണ്. ഇന്നത്തെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിന്തുടരാൻ ഭയപ്പെടുന്ന ഒരു സ്വപ്നം ഏതാണ്? എന്തുകൊണ്ട്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, QR കോഡ് വഴി പിന്തുണയ്ക്കുക. പ്രിയ കർക്കിടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29, 2026 ശനിയാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 8-ാം ഭാവത്തിൽ, അതായത് കുംഭം രാശിയിൽ ശതയ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. 8-ാം ഭാവത്തിലെ ചന്ദ്രൻ ഇന്ന് നിങ്ങൾക്ക് അല്പം മാനസിക അസ്വസ്ഥതയോ ആശയക്കുഴപ്പമോ നൽകിയേക്കാം. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം കർക്കിടകം രാശിയിൽ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു കരുത്താണ്. എന്നാൽ കുംഭത്തിലെ ചന്ദ്രന്റെ സ്വാധീനം നിങ്ങളെ അല്പം ദേഷ്യക്കാരനാക്കിയേക്കാം. ഇന്ന് തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ദോഷം ചെയ്യും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് ശാന്തമായി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ദിവസാവസാനം നിങ്ങൾക്ക് വലിയൊരു സമാധാനവും സംതൃപ്തിയും ലഭിക്കും. വിവിധ മേഖലയിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. എങ്കിലും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ ക്ഷമയോടെ മുന്നോട്ട് പോവുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് തർക്കങ്ങൾ ഒഴിവാക്കാം. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കുള്ള ദിവസമായിരിക്കും. വീടിൻ്റെ അന്തരീക്ഷം ശാന്തമായി നിലനിർത്താൻ നിങ്ങൾ മുൻകൈ എടുക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. ബിസിനസ്സിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിരക്ക് കാണിക്കരുത്. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കിക്കരുത്. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പഴയ സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് മാനസിക ശാന്തി നൽകും. ഇന്നത്തെ പുണ്യകർമ്മമായി പഴയ സുഹൃത്തുക്കളെ വിളിക്കുകയോ അവരെ സന്ദർശിക്കുകയോ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം നൽകും. ഇന്നത്തെ ഭാഗ്യനിറം കടും ചുവപ്പാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ ജ്യോതിഷ ചോദ്യം ഇതാണ്:
വൈദിക ജ്യോതിഷത്തിൽ ഏത് ഗ്രഹത്തെയാണ് ഗ്രഹങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കുംഭം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ രാശിയിൽ നിന്ന് 7-ാം ഭാവമാണ്. ഈ അവസ്ഥ കാരണം ഇന്ന് അല്പം മാനസിക അസ്വസ്ഥതയോ ആശയക്കുഴപ്പമോ അനുഭവപ്പെടാം. നിങ്ങളുടെ സ്വഭാവത്തിൽ ഇന്ന് അല്പം ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ തർക്കിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമല്ലെന്ന് ഓർക്കുക. നിങ്ങൾ അനാവശ്യമായി തർക്കിച്ചാൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകും. അത് നിങ്ങൾക്ക് തന്നെ നഷ്ടമുണ്ടാക്കും. ഇന്ന് ശാന്തമായിരുന്ന് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ദിവസമാണ്. നിങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കുന്നത് നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകുകയും നിങ്ങളുടെ മൂഡ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. വിവിധ മേഖലകളിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ദിവസമാണിത്. ബുധൻ നിങ്ങളുടെ രാശിയിലുള്ളതിനാൽ നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കും. അതിനാൽ പ്രയാസകരമായ വിഷയങ്ങൾ പഠിക്കാൻ ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പങ്കാളിയുമായി തർക്കിക്കുന്നത് ഒഴിവാക്കുക. അല്ലാത്തപക്ഷം ബന്ധത്തിൽ അകൽച്ച ഉണ്ടായേക്കാം. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിയിൽ തിരക്കുള്ള ദിവസമാണ്. ഇന്ന് നിയമപരമായ തർക്കങ്ങളിൽ ഇടപെടരുത്. ബിസിനസ്സിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ എടുക്കുക. കാരണം ഈ സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികൾ കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ്. വീടിനുള്ളിലെ അന്തരീക്ഷം ശാന്തമായി നിലനിർത്താൻ നിങ്ങൾ മുൻകൈ എടുക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് വായനയ്ക്ക് വളരെ നല്ല ദിവസമാണ്. അതിനാൽ നല്ലൊരു പുസ്തകം വായിക്കുക. ഇത് നിങ്ങൾക്ക് മാനസിക ശാന്തി നൽകും. ഇന്നത്തെ പുണ്യകർമ്മമായി ഏതെങ്കിലും അർഹരായ വിദ്യാർത്ഥിക്ക് നോട്ട്ബുക്കോ പേനയോ നൽകുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം കടും ചുവപ്പ് അഥവാ ക്രിംസൺ ആണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: നിങ്ങളുടെ രാശി നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളുടെ രാശിയെ മാറ്റുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് സ്കാൻ ചെയ്ത് സംഭാവന നൽകുക. സംഭാവന നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29, 2026 ശനിയാഴ്ച നിങ്ങൾക്ക് പുതിയൊരു ഉന്മേഷവും യാത്ര ചെയ്യാനുള്ള ആഗ്രഹവും നൽകുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കുംഭം രാശിയിലും ശതയ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ പുതിയ കാര്യങ്ങൾ അറിയാനോ യാത്ര പോകാനോ നിങ്ങൾക്ക് വലിയ താൽപ്പര്യം തോന്നും. ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം ഏതെങ്കിലും ചടങ്ങിലോ ഒത്തുചേരലിലോ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും നൽകും. കന്നി രാശിക്കാർക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണിത്. സാമൂഹിക ഒത്തുചേരലുകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയും തമാശയും സന്തുലിതമായി ഉപയോഗിക്കുക. ഇത് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ബിസിനസ് രംഗത്ത് ഇന്ന് നല്ല ദിവസമാണ്. എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. ചിങ്ങം രാശിയിലെ ബുധൻ നിങ്ങൾക്ക് മികച്ച ആശയവിനിമയ ശേഷി നൽകും. യുവാക്കൾക്ക് പ്രണയത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ഇന്ന് സന്തോഷകരമായ ദിവസമാണ്. ശുക്രൻ നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കും. വീട്ടമ്മമാർക്ക് ഇന്നത്തെ ദിവസം വീട്ടുജോലികളിലും സന്തോഷകരമായ നിമിഷങ്ങളിലും മുഴുകി ചെലവഴിക്കാം. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ക്ഷമ പാലിക്കുകയും വേണം. കാരണം ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചേക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന്
തവിട്ട് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇത് നിങ്ങളുടെ ശ്രദ്ധയെ ബാധിച്ചേക്കാം. ഇന്ന് വായനയോ പൂന്തോട്ട പരിപാലനമോ പോലുള്ള പുതിയൊരു ഹോബി തുടങ്ങുന്നത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ ക്ഷമ പാലിക്കുക. സാധ്യമെങ്കിൽ ഒരു രത്നമോ പെൻഡന്റോ ധരിക്കുക. സുഹൃത്തുക്കളെ, ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന UPI QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സംഭാവന നൽകാൻ സാധിക്കില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം മാറ്റാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ അത് എന്തായിരിക്കും? കമന്റിൽ രേഖപ്പെടുത്തുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29 നിങ്ങൾക്ക് പൊതുവെ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് കുംഭം രാശിയിലും ശതയ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ രാശിയിൽ നിന്ന് 5-ാം ഭാവത്തിലാണ്. ഈ ഗ്രഹനില കാരണം ഇന്ന് നിങ്ങൾക്ക് അല്പം ക്ഷീണമോ മാനസികമായ അസ്വസ്ഥതയോ അനുഭവപ്പെടാം. ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. കാരണം ഗ്രഹങ്ങളുടെ സ്ഥാനം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാം. കുടുംബവും സുഹൃത്തുക്കളും തമ്മിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ തിടുക്കത്തിൽ തീരുമാനമെടുക്കാതെ ശാന്തമായി ഇരുവശവും ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഇന്നത്തെ ദിവസം വിശ്രമിക്കാനും മനസ്സിന് ഉന്മേഷം നൽകാനും ഉപയോഗിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവർക്കും അവകം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ സ്വന്തം താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണ്. നിങ്ങൾ എന്തെങ്കിലും വലിയ പ്രോജക്റ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യാതെ നാളത്തേക്കും മാറ്റിവെക്കുന്നതാണ് ഉചിതം. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് സംയമനം പാലിക്കേണ്ട ദിവസമാണ്. പങ്കാളിയുമായി തർക്കിക്കുന്നതിന് പകരം ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇന്ന് ആരുമായും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ നല്ലത് മൗനം പാലിക്കുന്നതാണ്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുക്കാവുന്നതാണ്. സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധിക്കുമെങ്കിൽ അല്പസമയം ധ്യാനിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത പുലർത്തേണ്ട ദിവസമാണ്. ഇന്ന് പുതിയ നിയമപരമായ കരാറുകളിൽ ഒപ്പിടുന്നത് ഒഴിവാക്കുക. ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് പകരം നിലവിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. ശനിയുടെ സ്വാധീനം മൂലം സന്ധിവേദനയോ ക്ഷീണമോ അനുഭവപ്പെടാം. അതിനാൽ കൃത്യമായ വ്യായാമവും വിശ്രമവും ശീലിക്കുക. ഇന്നത്തെ പുണ്യകർമ്മമായി പക്ഷികൾക്ക് വെള്ളമോ തീറ്റയോ നൽകുക. ഇത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ അകറ്റാൻ സഹായിക്കും. ഇന്ന് ഓറഞ്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളാണോ അതോ കുടുംബമാണോ കൂടുതൽ പ്രധാനം? ഇതിൻ്റെ ഉത്തരം കമന്റിൽ രേഖപ്പെടുത്തുക. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവനയായി നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29, 2026. നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഊർജവും നിറഞ്ഞ ഒരു ദിവസമാണ്. ചന്ദ്രൻ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ കൃത്യമായിരിക്കും. സൂര്യൻ സിംഹം രാശിയിൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് വലിയ അംഗീകാരം ലഭിക്കും. ഇന്ന് ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ വളരെ നല്ല ദിവസമാണ്. എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ അല്പം ജാഗ്രത പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തതയും സന്തോഷവും ലഭിക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഭക്ഷണക്രമത്തിൽ. ഇന്ന് ഒരു സത്കർമ്മമായി ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹം നൽകും.
ഇന്ന് തവിട്ട് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ഉള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. മനസ്സ് ശാന്തമാക്കാൻ നല്ല സംഗീതം കേൾക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ചോദ്യം ഇതാണ്: ജ്യോതിഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം കമന്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, QR കോഡ് വഴി ഞങ്ങളെ പിന്തുണയ്ക്കുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29, 2026, ശനിയാഴ്ച. ചന്ദ്രൻ ഇന്ന് കുംഭം രാശിയിൽ ശതയനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് പുതിയ ആളുകളെ കാണാനോ സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനോ വലിയ താൽപ്പര്യം കാണില്ല. മനസ്സ് അല്പം മടുപ്പിലാണ്. എന്നാൽ വ്യാഴം കർക്കടകത്തിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ വരാനിരിക്കുന്നു. അതിനാൽ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ ഒരു സുഹൃത്തിനൊപ്പം പുറത്തുപോകാൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാൻ എളുപ്പമാക്കും. ആളുകളുമായി സംസാരിക്കാനും ബന്ധങ്ങൾ വളർത്താനും ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയ ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. യുവാക്കൾക്ക് ഇന്ന് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ദിവസമാണ്. ഇത് ഭാവിയിൽ ഗുണം ചെയ്യും. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് മാനസിക ഉന്മേഷം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുതിയ ആളുകളുമായി ബന്ധപ്പെടാൻ പറ്റിയ ദിവസമാണ്. എന്നാൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി ആരോടെങ്കിലും നന്ദി പറയുക, അല്ലെങ്കിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ ഒരു ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു ജ്യോതിഷപരമായ അനുഭവം ഏതാണ്? കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29, 2026, ശനിയാഴ്ച നിങ്ങൾക്ക് വളരെ സാഹസികവും സന്തോഷകരവുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും ആസ്വദിക്കാനും നിങ്ങൾക്ക് വലിയ താൽപ്പര്യം തോന്നും. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന കാര്യങ്ങൾ ഇന്ന് സമയം ചെലവഴിക്കുക. സുഹൃത്തുക്കളെ കാണുന്നതോ ചെറിയ യാത്രകൾ പോകുന്നതോ നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. എന്നാൽ രാഹുവിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങളുടെ സഞ്ചരിക്കുന്നതിനാൽ അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് നിയമപരമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ ഇന്ന് അമിതമായി വൈകാരികമാകാതെ ശ്രദ്ധിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും. ജോലിസ്ഥലത്ത് ഇന്ന് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇന്ന് ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം ഒഴികെ ബാക്കി സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ രാശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ കുംഭത്തിൽ ശതഭീഷ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ജോലിസ്ഥലത്ത് ഇന്ന് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളെ അല്പം ആശങ്കയിലാക്കിയേക്കാം. ഓഫീസിലോ ബിസിനസ്സിലോ അപ്രതീക്ഷിതമായി ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. അത് നിങ്ങളെ അല്പം നാണക്കേടിലാക്കിയേക്കാം. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ സംസാരശൈലിയും നയതന്ത്രപരമായ ഇടപെടലുകളും ഉപയോഗിച്ച് ഈ സാഹചര്യത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കും. നിങ്ങളുടെ വാക്കുകൾ ഇന്ന് നിങ്ങൾക്ക് വലിയൊരു ആയുധമായിരിക്കും.
വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ദിവസമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിക്കും. എന്നാൽ അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ തിരിക്കരുത്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളും സ്വന്തം ആരോഗ്യവും തമ്മിൽ സന്തുലിതാവസ്ഥ പാലിക്കേണ്ട ദിവസമാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രത ആവശ്യമുള്ള ദിവസമാണ്. ആരുമായും തർക്കങ്ങൾക്ക് പോകരുത്. രേഖകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ നിന്ന് ഇന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. മുതിർന്ന പൗരന്മാർ ഇന്ന് സന്ധിവേദന പോലുള്ള ആരോഗ്യപ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇന്നത്തെ ഒരു പുണ്യകർമ്മമായി ദാഹിക്കുന്നവർക്കോ പക്ഷികൾക്കോ വെള്ളം നൽകുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഇന്ന് വെള്ളനിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനമുള്ളതിനാൽ വീട്ടിൽ ഒരു ചെറിയ സ്ഫടികം അല്ലെങ്കിൽ വെള്ളി വസ്തു സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായ സ്ഥിരത നൽകും. സുഹൃത്തുക്കളെ, ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവനയായി നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ വിധിയാണോ അതോ നമ്മുടെ കർമ്മമാണോ തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 29 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് കുംഭം രാശിയിൽ, അതായത് നിങ്ങളുടെ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദേശത്തു നിന്നോ ദൂരസ്ഥലത്തു നിന്നോ സന്തോഷവാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വിദേശത്താണെങ്കിൽ അവരുടെ ഫോൺ കോളോ സന്ദേശമോ ഇന്ന് നിങ്ങളെ തേടിയെത്തും. നിങ്ങളെയോ കുടുംബത്തെയോ വിദേശയാത്രയ്ക്ക് ക്ഷണിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറും. എന്നാൽ നിങ്ങളുടെ രാശിയിൽ ശനിയുടെ സ്വാധീനം ശക്തമായതിനാൽ അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നല്ല ദിവസമാണ്. എങ്കിലും മടി ഒഴിവാക്കണം. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ ഇന്ന് അല്പം ശ്രദ്ധിക്കണം. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. വീട്ടമ്മമാർ ഇന്ന് വീട്ടിലെ കാര്യങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചൊവ്വയുടെ സ്വാധീനം നിങ്ങളുടെ രാശിയിലുണ്ട്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിയിൽ ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ച് നിയമപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യുക. ഇന്നത്തെ ഒരു പുണ്യകർമ്മമായി വീട്ടിൽ സ്വന്തമായി പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് അത് അർഹരായവർക്കോ കുടുംബാംഗങ്ങൾക്കോ നൽകുക. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജം മാറ്റാൻ സഹായിക്കും. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം ഏതാണ്? അത് കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സംഭാവന നൽകാൻ സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.